ഇറാനെ എന്തുകൊണ്ട് നിരന്തരമായി ആക്രമിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് US സെനറ്റർ ലിൻഡ്സേ ഗ്രഹാം. അമേരിക്കൻ സഹായത്തോടെയുള്ള സിവിലിയൻ ആണവ പദ്ധതി ഇറാന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ 6% മുകളിൽ സമ്പുഷ്ടീകരിച്ച 460 കിലോ യുറേനിയം കൈവശമുണ്ടെന്ന അഹങ്കാരമായിരുന്നു ഇറാന്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇറാനെ ആക്രമിച്ചതെന്നാണ് സെനറ്ററുടെ ന്യായീകരണം. ഇറാനുമായുള്ള യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ അഭിപ്രായ വ്യത്യാസം ഉയർന്നതിനിടെയാണ് ട്രംപിന്റെ വിശ്വസ്തനായ സെനറ്ററുടെ ന്യായീകരണം. ഇറാനുമായുള്ള യുദ്ധത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയുടെ നാഷണൽ കൌണ്ടർ ടെററിസം സെന്റർ ഡയറക്ടർ ജോസഫ് കെന്റ് രാജിവെച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തെ പിന്തുണയ്ക്കാൻ തനിക്ക് കഴിയില്ലെന്നും ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയൊന്നും ഉയർത്തിയിട്ടില്ലെന്നും അദ്ദേഹം രാജിക്കത്തിൽ വ്യക്തമാക്കി. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് രാജിവെക്കുന്ന ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ജോസഫ് കെന്റ്. ഇസ്രായേലിന്റെയും അവരുടെ ശക്തമായ ലോബിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമേരിക്ക ഈ യുദ്ധം ആരംഭിച്ചതെന്ന് കെന്റ് ആരോപിച്ചു. തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് അദ്ദേഹം രാജിക്കത്ത് പരസ്യപ്പെടുത്തിയത്. സമാനമായ രീതിയിലുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചാണ് അമേരിക്കയെ മുൻപ് ഇറാഖ് യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതെന്നും ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട അത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ലെന്നും അദ്ദേഹം കത്തിൽ കുറിച്ചു. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഏജൻസിയുടെ തലവൻ തന്നെ ഇത്തരമൊരു നിലപാടുമായി രംഗത്തെത്തിയത് ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് യുദ്ധത്തെ ന്യായീകരിച്ച് US സെനറ്ററുടെ വിശദീകരണം വന്നത്. ഇറാനെതിരെ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ വിമുഖത കാണിക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികളുടെ നിലപാടിൽ ട്രംപ് നിരാശനാണെന്ന് ലിൻഡ്സേ ഗ്രഹാം പറഞ്ഞു. ട്രംപ് ഇത്രയും ദേഷ്യപ്പെടുന്നത് താൻ ഒരിക്കലും കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയേണ്ടത് USന്റെ മാത്രം ആവശ്യമാണെന്ന തരത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സമീപനം വളരെ ദയനീയമാണെന്നും സെനറ്റർ കുറ്റപ്പെടുത്തി. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിന് മറുപടിയായി ഇറാൻ അടച്ചിട്ട ഹോർമൂസ് ജലപാത സുരക്ഷിതമാക്കാൻ സഹായിക്കണമെന്നാണ് ട്രംപ് സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടത്. നിലവിലെ സംഘർഷത്തിൽ ഫ്രാൻസ് പങ്കാളികളല്ലെന്നും സംഘർഷം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഫ്രാൻസ് സഹായിക്കൂ എന്നും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ യുദ്ധം നാറ്റോയുടെ വിഷയമല്ലെന്ന് ജർമ്മനിയും നിലപാടെടുത്തു. ജപ്പാൻ, ഓസ്ട്രേലിയ, പോളണ്ട്, സ്പെയിൻ, ഗ്രീസ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ സൈനിക ഇടപെടലുകളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അതേസമയം സൗദി അറേബ്യ ഇറാനെതിരെ ആക്രമണം നടത്തിയില്ലെങ്കിൽ മറ്റു ഗൾഫ് രാജ്യങ്ങൾക്കും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്നു. സൗദിയുമായുള്ള പ്രതിരോധ കരാറിൽ നിന്നും പിന്മാറുമെന്നാണ് US സെനറ്ററുടെ ഭീഷണി. ഇറാനെതിരായ ആക്രമണത്തെ തുടക്കം മുതൽ സൗദി എതിർത്തിരുന്നു. മേഖലയെ തന്നെ ഭീതിയിലാഴ്ത്തി 7 അമേരിക്കക്കാരെ കൊലപ്പെടുത്തിയ ഇറാനിയൻ ഭരണകൂടത്തിന് അന്ത്യം കുറിക്കാനുള്ള ശ്രമങ്ങൾക്ക് സൈന്യത്തെ വിട്ടുനൽകാൻ സൗദിക്ക് സമ്മതമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാനെ ആക്രമിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി താവളങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും സൗദി US ഉദ്യോഗസ്ഥരെ വിലക്കിയെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തുവന്നിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഗ്രഹാമിന്റെ പുതിയ പ്രസ്താവന. നേരത്തെ ഇറാൻ സൗദിയിലെ അമേരിക്കൻ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളവും US എംബസിയുടെ ഭാഗങ്ങളും ആക്രമിച്ചിരുന്നു. തുടർന്ന് റിയാദിലെ US എംബസി ഒഴിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം താൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ സന്ദർശിച്ചത് ഇറാനെതിരായ ആക്രമണത്തിൽ സൗദിയെ പങ്കാളിയാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നെന്നാണ് ഗ്രഹാം വെളിപ്പെടുത്തിയത്. മാർച്ച് 1-ന് സൗദിയിലെ US സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു US സൈനികൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതായും വിവരങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.